ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ബാങ്കോക്കിൽ നിന്ന് പട്ടായയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടായയ്ക്ക് പോകാൻ അറൗണ്ട് 140 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ മൊത്തം പോകുന്ന ഒരു എക്സ്പ്രസ് ഹൈവേ ആണ്. സംഭവം നല്ല റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന രീതികൾ മൊത്തത്തിൽ മാറ്റമുണ്ട്. ഇവിടെ ഒരുവിധം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊപ്പം നമ്മളെ വണ്ടി ഓടിക്കുന്ന ആളായാലും വളരെ ഇപ്പോൾ ഒരു ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിലും ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ മുന്നിൽ പോകുന്ന വണ്ടികളായാലും നിങ്ങൾക്ക് കാണാം, ഒരു ലൈൻ ചേഞ്ച് ചെയ്യും, അപ്പോൾ തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്ത് അത് കാണിക്കും. കണ്ട, നേരെ മുന്നിൽ ഒരു BMW ഇൻഡിക്കേറ്റർ കൊടുത്തു. കുറേ വണ്ടികൾ നമ്മൾ നാട്ടിലത്തെ വണ്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ബട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ടാക്സികളായിട്ട് നമുക്ക് കാണുന്നത് നമ്മളെ കൊറോളയാണ്. കൊറോളയും ഇനോവയും ഉണ്ട്, ബട്ട് കൂടുതൽ നമ്മൾ കാണാൻ ഇതിപ്പോൾ നമുക്ക് അപ്പുറത്തെ ലൈനിൽ ഇത് കൊറോളയും ഇനോവയാണ്, ക്രിസ്റ്റയും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ മുന്നിലത് XL7 മാരുതിയുടെ വണ്ടിയാണത്. ഇവിടെ മാരുതിയല്ല, ഇവിടെ സുസുക്കിയാണ്. ഇതിപ്പോൾ 8 ലൈൻ എക്സ്പ്രസ് ഹൈവേ ആണ്. നമ്മളിപ്പോൾ ഓൺ ദ വേ നമ്മൾ ടൈഗർ തോപ്പിയ എന്ന് പറഞ്ഞ ഒരു നമ്മൾ തായ്ലൻഡിലത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമാണത്. വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ടൈഗേഴ്സിൻ്റെ അടുത്ത് പോയിരുന്നത് ഫോട്ടോ എടുക്കലും മറ്റേ കാര്യങ്ങളെ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ബിക്സ് ഓൺ ദ വേ ടു പട്ടായ. കണ്ട, പിന്നെ ബൈക്കുകളുടെ എണ്ണം കുറവുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ എക്സ്പ്രസ് ഹൈവേയിൽ ബൈക്ക് അലൗഡ് ആയിരിക്കില്ല, അതായിരിക്കാം ചിലപ്പോൾ ബൈക്ക് കാണാത്തത്. ബൈക്കുകൾ പൊതുവെ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ ബൈക്കുകളുടെ എണ്ണം വളരെ കുറവാണ്. സ്കൂട്ടികളാണ് കൂടുതൽ നമുക്ക് ഇവിടെ കാണുന്നത്. ഫ്രണ്ട്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാം കണ്ടെയ്നേഴ്സാണ്. കുറേ നേരമായി കണ്ടെയ്നേഴ്സിൻ്റെ ഇങ്ങനെ സെക്ഷൻ തുടങ്ങിയിട്ടാ. ഇപ്പോൾ നമുക്ക് ബാങ്കോക്കിൽ 2 എയർപോർട്ട് ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഇപ്പോൾ നമ്മൾ വന്നത്, അതിന് പേര് എനിക്ക് വായിൽ കിട്ടുന്നേ ഇല്ല. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അതാണ് പുതിയത്. ഇതാണ് സ്വർണ്ണ എന്ത് പറഞ്ഞൊരു സംഭവമാണ്. ഈ റോഡ് ആ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ എന്താണ് പോണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്. കണ്ട, ഇവിടെ നമുക്ക് കണ്ടെയ്നേഴ്സ് കാണാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഓൾമോസ്റ്റ് നല്ല റോഡുകൾ തന്നെയാണ് നമ്മളെവിടെയും. അതേ കണ്ടില്ല, അപ്പുറത്തെ ആള് ചോന വണ്ടി ഓടിച്ചില്ല, നമ്മളെവിടുത്തെ ആള് ഒരു നോട്ടം നോക്കി. എല്ലാവരും ഇത് തന്നെ, നമ്മളെല്ലാവരും നാട്ടിലും ചെയ്യുന്ന മാതിരി തന്നെ. ഇപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വണ്ടിയില്ലേ, ഇതിലാണ് ഇവിടെ വണ്ടികളും കാര്യങ്ങളും കൊണ്ടുപോകണം കേട്ടോ. ഇവിടുത്തെ ലോറിയും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടംമാതിരി നമുക്ക് ഹൈലക്സ് ഇവിടെ കാണാം. അപ്പം നമ്മളെ നാട്ടിലെ ഒരു ഹൈലക്സ് വളരെ റയറായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ്. ബട്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ നമ്മളൊരു ഫോർച്യൂണറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആളോട് ചോദിച്ചു, ഇത് ആളുടെ പ്രൈവറ്റ് വണ്ടിയാണ്. വെറുതെ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ ഫോർച്യൂണർ എടുക്കണമെങ്കിൽ ദേ ഹാവ് ടു പേ 2 million baht, അപ്രോക്സിമേറ്റ്ലി 48 lakh rupees ഇന്ത്യൻ മണി. അപ്പോൾ നമ്മളവിടുത്തെ സെയിം പ്രൈസ് തന്നെ വരുന്നുണ്ട്. നിസാൻ മൈക്കർ അതേ പോണു. ഒരു ഇതെല്ലാം സെയിം വണ്ടികളുണ്ട്. ചില വണ്ടികൾ മാത്രം നമ്മളവിടെ ഇല്ലാത്തുള്ളൂ. ഇവിടെ കണികൊന്ന കാണാൻ നിങ്ങൾക്ക് റോഡിലിട്ട. നമ്മളെ നാട്ടിൽ മാത്രമല്ല, അതേ കണികൊന്ന റോഡ് സൈഡിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ് കാണുന്നത്. കണ്ടില്ലേ? ഇവിടെയും എക്സ്പ്രസ് ഹൈവേയിൽ നമുക്ക് ടോപ്പ് സ്പീഡ് 120 കിലോമീറ്റേഴ്സ് ആണ്. ലോക്കൽ റോഡ്സിൽ അറൗണ്ട് 60-80 നമ്മളെ നാട്ടിലത്തെ മാറി. ബട്ട് ആള് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഇവിടെ ക്യാമറ ഒന്നുമില്ല. അത് വലിയൊരു കാര്യമില്ല.
അപ്പോൾ ഈ സ്പീഡിൽ പോകാനെങ്കിൽ നമുക്ക് കൂടുതൽ സമയം എടുക്കില്ല അങ്ങോട്ട് എത്താൻ. വലിയ എല്ലാവരും ഒരുവിധം ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ മുന്നേ ടൊയോട്ടയുടെ യാറിസ് ആണത്. അപ്പം അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് ഫ്രണ്ട്സ്. ഇത് നമ്മൾ അവിടെ കാണുന്ന മാതിരി തന്നെ ഇവിടെയും ഫാസ്ടാഗ് പോലത്തെ സംഭവങ്ങളാണ്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇവർക്കൊരു കാർഡ് കൊടുത്തു. ഇതും അങ്ങനെ എന്തൊരു സംഭവമാണ്. എം പാസ്, ഈസി പാസ് എന്ന് പറഞ്ഞിട്ടേ. റോഡിന് സൈഡിൽ പിന്നെ നമുക്ക് വെള്ളം കെട്ടുകൾ കാണാം കേട്ടോ. അങ്ങനെ എന്താ പർപ്പസ് നമുക്കറിയില്ല. റോഡിന് ഓൾമോസ്റ്റ് 2 സൈഡിലുണ്ട് അങ്ങനെ വെള്ളം അങ്ങനെ കെട്ടി നിർത്തിക്കുന്നത്. അത് നാച്ചുറലി അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. ഈ ലോറി CNG ഓടുന്നു തോന്നുന്നു. അടിപൊളി കുളം. ഇത് സംഭവം കുളം ആണെങ്കിലും അത് മീൻ വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സംഭവം. ഞാൻ കുറേ സ്ഥലത്ത് അത് കണ്ടുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചറിഞ്ഞപ്പോൾ അപ്പോൾ ആള് പറഞ്ഞുതരാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ടൈഗർ തോപ്പിയ സൂ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇങ്ങോട്ടാണോ പോകേണ്ടത്? ഓക്കെ ആയിട്ട് ഗോ. ഓക്കെ. എന്തൊക്കെയോ വണ്ടിയുള്ളൂ അല്ലേ. ഇപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഹൈറ്റിനനുസരിച്ചാണ് ടിക്കറ്റ്. 140 സെൻറ്റിമീറ്ററിൻ്റെ മേലേക്ക് പോകുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് ഉണ്ട്. അഡൽട്ടായിട്ടാണ് കണക്കാക്കുക. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യൻ കുസീനും കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ടിക്കറ്റ്സും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ബഗ്ഗിയിൽ നമുക്ക് അവർ ഇരുത്തും. നമ്മളങ്ങനെ ബഗ്ഗി കൂടെയാണ് കൊണ്ടുപോകുന്നത്. ബഗ്ഗിയിലിരുന്ന് നമുക്കിങ്ങനെ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ടൈഗറിനൊപ്പം ഫോട്ടോ എടുക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് അല്ലാതിനും അവർക്ക് നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാക്കേജിൽ ഇറ്റ്സ് ഓൾ ഇൻക്ലൂഡഡ്. അപ്പോൾ ഫ്രണ്ട്സ് ഫോട്ടോ വിത്ത് ടൈഗർ 250 ബാത്താണ് കേട്ടോ ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് 250 ബാത്തിൻ്റെ 4 ടിക്കറ്റ് അവർ തന്നിട്ടുണ്ട് നമുക്ക്. ഫോട്ടോ വിത്ത് ടൈഗർ ദൈവമേ സംഭവം. കേക്ക് പുറമേനെ അവർക്ക് കേൾക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫോട്ടോ വിത്ത് ടൈഗറിന് പറയുമ്പോൾ പിന്നെ ടൈഗറിൻ്റെ അടുത്ത് പോയി ഇരിക്കണ്ടേ, ചെറിയൊരു ഭയം.
ആഹാ ആശാ നല്ല ഉറക്കം കേട്ടോ. ഈ ചെങ്ങായിരം ഒപ്പമായിരിക്കും. ആൾക്ക് ഉറക്ക ഗുളി കൊടുത്തിട്ട് കിടത്തിക്കാൻ തോന്നും. ഫോട്ടോ ഫോട്ടോക്ക് ഓക്കെ. ആള് കണ്ണോട് നോക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ. യെസ്. ഫ്രണ്ട്സ് നമുക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ നടക്കട്ടാ. ടൈഗറായിട്ട് ഫോട്ടോ എടുക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മൂന്നാശമാർ ഇവിടെ ഇതിനുള്ളിലുണ്ട്. ഒരെണ്ണം കൂട്ടിനുള്ളിൽ കാണാണ്ട് അവിടെയും ഉണ്ട്. ഇവിടെ ടൈഗേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇഷ്ടംമാതിരി ടൈഗേഴ്സാ. ഇവിടെ ഒരു ഗെയിമുണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാം. അതിന് പൈസ കൊടുക്കാം. പൈസ കൊടുത്തിട്ട് അവരെ ബക്കറ്റിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇറച്ചി വന്ന് വീഴും. പക്ഷമാര് നല്ല ചൂടായി കാരണം വെള്ളത്തിൽ കിടക്കുന്നു. നമുക്ക് ഞാൻ അപ്പുറത്തേക്ക് നടന്നു പോയാലേ. ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടല്ലോ, മൊബൈലിലും നമ്മൾ യൂട്യൂബിലും ഇവർ കണ്ടിട്ട് തന്നെയല്ലോ കേട്ടാ ഈ സംഭവങ്ങൾ. എന്താ സംഭവം, നമ്മൾ ടൈഗറിനെ തൊട്ടിട്ട് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തു. ദൈവനും വെള്ളത്തിലാണ് കിടക്കുന്നത്. അതെ ഇവര് വന്നേക്കുന്നു ഇവിടെ. ഈശ്വര എന്തല്ലേ വലിപ്പം കൂടുതലാണ്. ഫോട്ടോ Photo, baby. Photo we took from there. See. Come on. You take, baby. Oh, take okay rồi đó. Okay. Thank you. One by one, okay. Come on. Okay. Ôi. Sủi rồi đó nhỉ. Okay, thank you. അപ്പോൾ തന്നെ നമ്മൾ പറ്റിച്ചു. അല്ല കൊടുത്തു വിട്ടാ. എന്താല്ലേ സംഭവം പാവങ്ങളാട്ടാ അവര്. നമ്മൾ വിചാരിക്കുന്ന മാരല്ല. കൊറേ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ 5-6 ഉണ്ട്. ഇത് അവിടെ കിടക്കണ്ട 2 എണ്ണം. ഇനി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും നോക്കാം. ചൈനീസ് അല്ലേ? ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ടൈഗർ ടോപ്പിയ. അവിടെ എന്താ ബേബി ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പോയി നോക്കാം.
എന്തോ സംഭവം നോക്കാം. ലൈൻ നമുക്ക് കണ്ടു നോക്കാം. അയ്യോ ടൈഗർ കുട്ടികള്. കുസൃതി കാണിക്കുന്ന ടൈഗർ കുട്ടി ആ കൂട്ടിലിട്ട് ഇപ്പൊ തന്നെ കൂട്ടിലിട്ട് വളർത്തണ അതിനെ. ഇവിടെ എന്തായാലും മ്യൂസിക് ഗാർഡൻ ഉണ്ട് കേട്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലായിടത്തും ഒന്ന് കയറി കാണാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാ? പട്ടിക്കുട്ടികളോ കൂടുമാറിയുണ്ട് ഇതിനുള്ളിൽ. ഇതിലൊന്നുമില്ല, ഒന്നുമില്ല. അതെ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ട. പാല് കൊടുക്കാൻ കേട്ടാ ടൈഗറിനെ. ഐ പാല് കുപ്പി കണ്ടപ്പോൾ ആശാനെ ചെറിയൊരിത്. ആ ചേച്ചിക്ക് പേടിയുണ്ട്. ചേച്ചിക്ക് പേടി. ഞാൻ തുറന്നു. പാൽ കുപ്പി കണ്ട കാരണം കൊണ്ടേ ഇവരെ മേത്ത് എന്താല്ലേ. ടൈഗറിൻ്റെ കുട്ടിയൊക്കെ നമ്മളൊക്കെ മടിയിലവർ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ. ആ ഇതിന് പുറത്ത് നോക്കിയിട്ട് വരാം. നമുക്ക് കാണാത്ത സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഇത്ര ദൂരത്തേക്ക് വന്നിരിക്കുന്നത്. ടൈഗർ ഷോ എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ സമയം ഓ ഗോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓ നമ്മളവിടുത്തെ സംഭവം ഇവിടുത്തെ മാറ്റമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവർ കയറാൻ എക്സ്ട്രാ പൈസ ഉണ്ടോ എനിക്ക് അറിയില്ല. ടൈഗർ ഷോ ഇവിടെ ഇതിനുള്ളിലോ? ദേ ഇരിക്കുന്നു ഇതിനുള്ളിലോ ആശാൻ. ആ ആശാൻ തിരുവിൽ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ. അവന് വളരെ ഡീസൻ്റ് കേട്ടാ. ഡാ ഓ അവന് പാവത്തിന് കെട്ടിയിട്ട് അതാണ് ആശാൻ അവിടെ നിൽക്കുന്നത് കേട്ടാ. നമ്മൾ ലൈനെ കണ്ടില്ല. ഇപ്പോൾ 250 ഫോട്ടോ എടുക്കാം. നമുക്ക് 250 ബാത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ക്രോക്കഡൈലിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് ഷോ ആണോ അവിടെ? ഒരു ഷോ നടക്കുന്നുണ്ട്, ക്രോക്കഡൈൽ ഷോ. അതും നമുക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടി വരണോ? നമുക്കറിയില്ല കേട്ടാ. ക്രോക്കഡൈൽ ഷോ മാമത്ത്. $450 ബാത്ത്. ഓ 4. ആ മനസ്സിലായി. ഇല്ല നമുക്കില്ല 450 ബാത്താണ് ഒരാൾക്ക്. ഓ ആ പരിപാടിയൊക്കെ ഇല്ല. നമുക്ക് ഫോട്ടോ സെഷൻ മാത്രം ഇതിൽ അലൗഡ് ഉള്ളൂ. ഇതിൽ ഈ ക്രോക്കഡൈൽ ഷോ കാണണമെങ്കിൽ ഒരാൾക്ക് 450 ബാത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 4 പേര് കയറണമെങ്കിൽ 1800 ബാത്ത് ആ വഴി നമുക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നവർ കണ്ടാൽ മതി, വലിയ വിഷയമുള്ള കാര്യമില്ല. അതേപോലെ ഒരു ക്രോക്കഡൈൽ 4 വലിച്ചുകൊണ്ട് വരുന്നു. ഞങ്ങൾക്ക് കാണില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാണ്ടെന്ന് മാത്രം. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ കാണിച്ചു തരാനുള്ളത് കേട്ടോ. കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം അവിടെ.
ചെറിയൊരു ഫിഷ് പോണ്ടാണ്. ഗപ്പി. ഫ്രണ്ട്സ്, തർക്കമില്ലാത്തൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബട്ട് എന്തായാലും കേരളത്തിന് അത്രയ്ക്ക് വെയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല അവിടെ. ഇവിടെ വെയിലുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു മ്യൂസിക് ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മ്യൂസിക് ഇവിടുന്ന് കേൾക്കാൻ നമുക്കറിയില്ല. മ്യൂസിക് ഒന്നും കാണുന്നില്ല. ആ, പേടിക്കണ്ട. അടുത്തത് മട്ടൺ. ടൈഗറിനുള്ള മട്ടണാണത്. ഇവിടെ ചേച്ചി ലൈനിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും എൻ്റെ അനുസരണത്തോടെയാണ് അത് ഭക്ഷണം കഴിക്കണേ. ഇവിടെ ഇതാണ് നമ്മൾ തായ്ലൻഡിലത്തെ ഒരു വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കേട്ടോ, ടൈഗർ തോപ്പിയ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പോവാം. കുറേ നടക്കാനൊന്നും പറ്റില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, പണ്ട് ഈ പോണ്ട് നമ്മളെ ക്രോക്കോഡൈൽ ഇടാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. കണ്ട, അങ്ങനെ ഒരു പാത്ത് വേ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ കാണുന്ന വെള്ളത്തിൽ ചെറുത് പറയാനുണ്ട്, അത് കാര്യമൊന്നുമില്ല, കാണാൻ പറയാനില്ല ചോനെ. അപ്പോൾ ഫ്രണ്ട്സ്, എന്താ പറയാ, ഇനി ഇതൊക്കെയാണ് നമ്മൾ ഈ ടൈഗർ തോപ്പിയയിൽ നമുക്ക് കാണാമല്ലോ കേട്ടോ. ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈഗറിനൊപ്പം വന്നിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അതിനെ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി 250 ബാത്താണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക്. അപ്പോൾ 4 പേരുണ്ടെങ്കിൽ എന്തായി, 1000 ബാത്ത് പോയിന്ന് പറയാനില്ല. നമ്മൾ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിവിടെ ടൈഗറിൻ്റെ ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന, തൊട്ട് തലോടി നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കുറേ കാര്യങ്ങളല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യലാണ്, കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സംഭവം കണ്ടു കഴിഞ്ഞു കേട്ടോ. നമ്മൾ ടാറ്റ ബായ് പറഞ്ഞ് പോവുകയാണെങ്കിൽ സത്യം പറയുമ്പോൾ 10-50 ടൈഗർ ഉണ്ടാവും കേട്ടോ ഇവിടെ. യാതൊരു ക്ഷാമമില്ല ടൈഗേഴ്സിന്. ഓരോരോ കൂട്ടിൽ 2 ശനം 3 ശനം വെച്ചിട്ടൊക്കെയാണ്